ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോപ്പപ്പ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വളരെ ഹൈ ആണ്. ഒരു 72 അവർ പറയാം നമുക്ക് വേണമെങ്കിൽ. വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ എന്തായാലും കോൺടാക്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കും. ഇതിൽ പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാം. കാരണം ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണത്, ഒരു വീഡിയോ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാവരുടെ എനർജി ഒന്ന്. ഓക്കെ, ഞാൻ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് എനർജീസൊക്കെ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭൂതി എന്താണ്? നിങ്ങളുടെ 5 സെൻസസിൽ നിങ്ങളത് അറിയണം. ലൈക്ക് അവരുടെ ആ സ്മെല്ല്, അവരുടെ ശബ്ദം കേൾക്കുന്നതായിട്ട്, അവർ വരുമ്പോൾ അവരുടെ എനർജി നിങ്ങളെ സ്പർശിക്കുന്നതായിട്ട്, അങ്ങനെ 5 സെൻസസ് കൊണ്ട് നിങ്ങൾ എന്താണ് കേൾക്കുക, കാണുക, വായിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. അവർ കോൺടാക്റ്റ് ചെയ്യും ഉടനെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ. അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്, യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽ, നല്ല രീതി മെസ്സേജസ് ഉടനെ ആ പേഴ്സൺ കോൺടാക്റ്റ് ചെയ്യാനുള്ള മെസ്സേജസ്. ഇപ്പോൾ അവരൊന്ന് ഡൗൺ എനർജിയിലാണ്, അവർക്ക് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ വളരെ ആഗ്രഹമുണ്ട്. കാരണം അവർ ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ എന്നൊരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കൂ, ബാഡ് കർമ്മയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ്. ക്യൂൻ ഓഫ് വാൻസ് ആൻഡ് 3 ഓഫ് വാൻസ് ആണ്. താഴെ ഏസ് ഓഫ് കപ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് റീഡിങ് ആണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും വിഷമം വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ട ആളെ നമുക്ക് വേണമെന്ന് തോന്നുന്നതും അവർ സംസാരം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് മൂഡ് ഷിഫ്റ്റ് ആവും അല്ലേ. സോ ഇവിടെ അവർ വളരെ എനർജി ഡൗൺ ആയിട്ടും അവർക്ക് നിങ്ങളുടെ ഒരു സൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് സംസാരിച്ചാൽ അവർ ഓക്കെ ആവും. കാരണം ഏസ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ പലതും യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ലക്ഷറി ലൈഫായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസ് ആയിരിക്കാം. അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കൊടുത്തിട്ടും അവർക്ക് അതിലൊന്നും ഹാപ്പി ആവുന്നില്ല. അവരുടെ ഹാപ്പിനെസ് ഇവിടെയാണ്, ഏസ് ഓഫ് കപ്സ് ആണ്, നിങ്ങളിലാണ്. ആ ഒരു പ്രണയം ഓഫർ ചെയ്യുമ്പോഴാണ് അവരുടെ ഹൃദയം ഇതുപോലെ മനസ്സും കണ്ണും എല്ലാം നിറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാർഡ്. അവരുടെ ഡെത്ത്, കാരണം ഇതുകൊണ്ടാണ് ഈ ഒരു കാർഡ് ഇങ്ങനെ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഡെത്ത് ട്രാൻസ്ഫോർമേഷൻ, അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചിലാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പോൾ കുറേ പേരൊക്കെ 2019 തൊട്ടിട്ടാണ് ശരിക്കും ഒരു ഭൂമിയിൽ എവേക്കണിങ് എന്ന് പറയുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ പേര് കടന്നു പോകുന്നുണ്ട്. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ എനർജി ഓരോ ദിവസം കൂടുന്തോറും, ദിവസമല്ല മിനിറ്റും സെക്കൻഡ് കൂടുന്തോറും വളരെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയുകയാണെങ്കിൽ ഹ്യൂമൻ പൊല്യൂഷനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ള പൊല്യൂഷൻസ്. വായു, ശബ്ദത്തിനേക്കാളും കൂടുതൽ മനുഷ്യന്മാരാണ് പൊല്യൂട്ടഡ് ആക്കുന്നത്. ഇങ്ങനെ അവരുടെ നെഗറ്റീവ് എനർജീസ്. പണ്ട് നമ്മൾ പറയായിരുന്നല്ലേ, ഓണ സമയത്ത് മഹാബലി ഉള്ള സമയത്തൊക്കെ കള്ളവുമില്ല ചതിയുമില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എങ്ങനെയാണ്? എല്ലാവരും നല്ല വൈബ്രേഷനുള്ള ആൾക്കാരായിരുന്നു, എല്ലാവർക്കും ആ വൈബ്രേഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എനർജീസ് അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഹാബിറ്റ്സ്, ഇതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ യൂറോപ്യൻ അവർ നമ്മളുടെ കാര്യങ്ങളാണ് കൊണ്ടുപോയിട്ട് അവർ ഹീലാവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 3D മെട്രിക്സിൽ അകപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ. നമുക്ക് എല്ലാത്തിനോടും ഭയങ്കര ഒരു അമിതമായിട്ടുള്ള ആഗ്രഹം, ലസ്റ്റ്, ഡിസയർ, നമുക്ക് ആവശ്യമുള്ളത് മതി, അതിനേക്കാളും കൂടുതൽ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ആണ്. ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻസ്, ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു സാധനം, ഞാനൊരു കുക്കർ വാങ്ങി, അല്ലെങ്കിൽ അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ കുക്കർ ഉണ്ടായിരിക്കുക, പക്ഷെ അവൾ വാങ്ങി, അപ്പോൾ എനിക്കും വാങ്ങണം. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ എല്ലാവരും അപ്പോൾ അതിനു വേണ്ടി സ്ട്രെസ്ഫുള്ളായി. മനസ്സിലായോ? എല്ലാ രീതിയിലും സ്ട്രെസ്സാണ്, എല്ലാ വീട്ടിലും സ്ട്രെസ് എനർജി കൂടുതലാണ്. ഇപ്പോൾ ഫുങ്ഷുവിൽ പറയുന്നുണ്ട് ഒരു 20 ഇയേഴ്സിന് എത്രയോ ഈ സ്ട്രെസ് എനർജി കൂടി നിൽക്കുന്ന സമയം വീടിൻ്റെ ഹോളിൻ്റെ എനർജിയിൽ. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു റെഡ് കളറായിട്ടുള്ള
കേർട്ടൻസും കാര്യങ്ങൾ കൂടുതൽ ഇടുമ്പോൾ ആ സ്ട്രെസ്സ് മാറിപ്പോവാനുള്ള ഹെൽപ്പ് വരും. കാരണം പറഞ്ഞല്ലോ, വെറുതെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞു കാര്യമായിരിക്കാം, നമ്മൾ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് വലിയൊരു സ്റ്റിച്ചിങ് ടൈം സേവ്സ് 9 എന്ന് പറയുന്ന കുഞ്ഞു ഹോൾ ഇങ്ങനെ വലുതാക്കി വലിയൊരു ഓസോൺ പാളികളെ പോലെ ആക്കുകയാണ്. അപ്പോൾ രണ്ടാം സോഴ്സ് ഒക്കെ വന്നിട്ട് എന്തൊക്കെ കർമ്മ അല്ലെങ്കിൽ നമ്മുടെ ഡെത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത് കാണുന്നവരും നിങ്ങളുടെ പാർട്ട്ണറും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താ പറയുക, ഒരു വെയിൽ കടന്നു പോവാണ്, ജേണിയാണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുമെന്നല്ല, നമ്മുടെ പഴയ സംസ്കാരങ്ങൾ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈവൻ ഞാനും ഈ ഒരു ജേണിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണാണ്. എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, മോളെ നീ ചെറിയ കുട്ടിയല്ലേ, എങ്ങനെയാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നതെന്ന്. ഇത് പ്രായം അല്ല, നമ്മൾ സോളാവുമ്പോൾ സോളിന് പ്രായമില്ല, വയസ്സില്ല, മതമില്ല, കളറില്ല, ഒരു ഡിഫറൻസിയേഷൻസ് ഇല്ല. എനർജിക്ക് അങ്ങനെ വല്ല പ്രായ വ്യത്യാസങ്ങളും ഉണ്ടോ? ഇല്ല. ഓൾഡ് ന്യൂ അങ്ങനെ ഒരു വ്യത്യാസങ്ങളില്ല. അപ്പോൾ എനർജി നോക്കുമ്പോൾ ചിലവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുറേ പെയിനാണ് മനുഷ്യന്മാരെ ചേഞ്ച് പീപ്പിൾ എന്ന് പറയാം. അപ്പോൾ ചിലവർക്ക് 70-80 വയസ്സായിട്ടും അവരുടെ ലൈഫിൽ വലിയ ചലഞ്ചസോ വലിയ പ്രശ്നങ്ങളോ ഇല്ല, അവരിങ്ങനെ തട്ടിമുട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ചിലവർക്ക്, ഞാനൊക്കെ ചെറുതിലേ തന്നെ വളരെ രീതി ചലഞ്ചസും പെയിനൊക്കെ അറിഞ്ഞ് എല്ലാത്തിൻ്റെയും ഫിനാൻസ്, കരിയർ, റിലേഷൻഷിപ്പ് ഇതിൻ്റെയൊക്കെ മൂല്യം നന്നായിട്ട് മനസ്സിലാക്കി വന്നതുകൊണ്ട് അതാണ് കൂടുതൽ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നത്. എൻ്റെ അടുത്ത് വരുന്ന എന്നെക്കാളും പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും എന്താ പറയുക സിസ്റ്റേഴ്സും ബ്രദറൊക്കെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് എക്സ്പീരിയൻസ് വന്നത് കാര്യമാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അതവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഓൾറെഡി ചെയ്തത് കാരണം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് മാറും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചു കമൻറ്റിൽ. അപ്പോൾ ഈ ഒരു സമയം 2019 തൊട്ടിട്ട് തുടങ്ങിയിട്ട് സ്പിരിച്വൽ അവേക്കണിങ്. അപ്പോൾ കുറേ പേർക്ക് അവേക്കണിങ്ങിൽ കടന്നു പോവുകയാണ്. ചിലർ അവേക്കണിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലവർക്ക് അവേക്കണിങ് വന്നിട്ട് ചിലവർക്ക് മനസ്സിലാവും ഭൂമിയിലേക്ക് വന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, സോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ചിലവർ ട്വിൻ ഫ്ലെയിംസ് ഉണ്ട്, ചിലവർ സ്റ്റാർ സീഡ്സ് ഉണ്ട്, അതിൽ തന്നെ കുറേ ഡിവിഷൻസ് ഉണ്ട്. അതൊക്കെ കുറേ പേർക്ക് പറയുന്നുണ്ടായിരിക്കും. വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കും ഒരു സോൾ പർപ്പസ് ആയിട്ട് ടാരോ റീഡിങ്സ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണുന്നത് ആ ഒരു പേഴ്സൺ വളരെ മോശമായിട്ടുള്ള കർമ്മ, അവരുടെ ചെയ്തതിൻ്റെ കർമ്മയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ പോലും 3 of Wands ആണ്. ഒന്നിലും അങ്ങേര് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, 2 Wands വേറെ ഉണ്ട്. ആ ഹോൾഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ ആ ഒരു ഹാപ്പിനെസ് ഹോർമോൺ, ഹാപ്പി പിൽ എന്നൊക്കെ പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളടുത്ത് വന്നാലാണ് ആളുടെ പ്രണയം കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാനിഫെസ്റ്റേഷൻസ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവരിക. അവർ വളരെ ലോ എനർജിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസിൻ്റെ കാറ്റടിച്ചാൽ പോലും അവർക്ക് ഹാപ്പിനെസ് വരും. സോ ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊന്ന് കണ്ണടയ്ക്കാം. ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കാനാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് ആണോ, അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ നോട്ടിഫിക്കേഷൻ വരുന്നത്, ആ ശബ്ദം ടിങ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക വന്നു. അപ്പോൾ ആ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്, ഓവർഫ്ലോ ഓഫ് ജോയ്, ചിലപ്പോൾ ടിയേഴ്സ് വരുന്നുണ്ടായിരിക്കും. കുറേ നാൾക്ക് ശേഷം, ചിലർക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു മെസ്സേജ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ വരുന്നു, നിങ്ങളത് ആ നോട്ടിഫിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നോക്കുന്നു, ഹായ് ഡിയർ അല്ലെങ്കിൽ ഹായ് ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങളും അതിലുള്ള മെസ്സേജസ് അയക്കുന്നുണ്ട്, ഹായ് ഐ എം ഫൈൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻസ് ഒന്ന് ചിന്തിക്കുക. അങ്ങനെ മെസ്സേജ് വന്ന സമയത്ത് നിങ്ങൾ എന്ത് പറയണം? യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച്, താങ്ക് യു അലോട്ട്. നിങ്ങൾ താങ്ക് യു എത്രയും നിങ്ങൾ പറയുന്നത്, എത്ര ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കുന്നുണ്ട് യൂണിവേഴ്സിനോട്. യൂണിവേഴ്സ് അത്രയും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. ട്രസ്റ്റ് മീ. ഓക്കെ, എന്തും നമുക്ക് യൂണിവേഴ്സിൻ്റെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഐ ആം ബിലീവ് ഇൻ ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിളായ കാര്യങ്ങൾ നടക്കും. കാരണം ചിലവർ ഭയങ്കര ലിമിറ്റഡ് എനർജിയിൽ പറയണതൊക്കെ ചില വീഡിയോസൊക്കെ നമ്മളെ കൊണ്ട് ഇത്രയും സാധിക്കില്ല. ബിക്കോസ് നമ്മൾ വളർന്നു വന്നതും നമ്മളുടെ പാരൻസൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷേ ജയിച്ചത് ദരിദ്രനായിട്ടാണെങ്കിൽ അത് നമ്മളെ തെറ്റല്ല. പക്ഷേ നമ്മൾ മരിക്കുന്നതും ദരിദ്രനായിട്ടാണെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. നമുക്ക് അവിടെ ഇൻവോൾവ് ആവാനുള്ള ഗ്രോത്തിന് വേണ്ടിയുള്ള കുറേ ഫേസസ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ നമ്മൾ ഗ്രോ ചെയ്യുക. ഓക്കെ,
അങ്ങനെ ആ മെസ്സേജസ് വന്നു. നിങ്ങൾ മീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ആ പേഴ്സൻ്റെ ഒരു സോൾ ഫ്രണ്ടിലേക്ക് വന്ന് നിങ്ങൾ വന്ന് ഹഗ് ചെയ്യുന്നു. ഐ മിസ് യു സോ മച്ച് എന്ന് പറയുക നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങൾക്കൊരു കിസ് തരികയാണ് കവിളിൽ. നിങ്ങൾ തിരിച്ച് പറയണം ഐ ലവ് യു പറയുന്നു, തിരിച്ച് ഐ ലവ് യു ടു പറയും. നിങ്ങൾ കുറച്ച് നേരം ആ ഒരു ഹഗ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്, ആ ഒരു പ്രസൻസ് നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക. ആ സമയത്ത് നല്ല രീതിയിലുള്ളൊരു മഴയും അല്ലെങ്കിൽ നല്ല കാറ്റൊക്കെ നിങ്ങളെ പ്രകൃതി തന്നെ നിങ്ങളെ റീയൂണിയൻ ആക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് അങ്ങനെ നിന്ന് അവരെ സോള് ഇങ്ങനെ വന്ന് നിങ്ങളെ ഒന്ന് ഹാപ്പിയാക്കി അവരും ഹാപ്പി ആക്കിയിട്ട് സോ അങ്ങനെ നിങ്ങൾ ആ പ്രസൻസിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സമയം നിങ്ങളുടെ പഴയ നല്ല മെമ്മറീസ് ആലോചിക്കാം, നിങ്ങൾക്കത് ഷെയർ ചെയ്യുന്നതായിട്ടും നിങ്ങൾ ഹാപ്പി ആവുന്നതായിട്ടും അവർ സോറി പറയുന്നു, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. വേണമെങ്കിൽ ഹൊപ്പനൊപ്പനോ ടെക്നിക്സ് വേണമെങ്കിൽ ആ സമയത്ത് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയാം, അവരോട് ഫോർഗിവ്നെസ് കൊടുക്കാം. അവർ ഫോർഗിവ്നെസ് അവർ വാങ്ങുന്നതും നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ആൽക്കമി നടക്കുന്നതായിട്ടും ഇൻറ്റേർണൽ ആൽക്കമീസ് ഇങ്ങനെ നടക്കുന്നതായിട്ടും നിങ്ങളുടെ സോൾ തമ്മിൽ ആ ഒരു കണക്ഷൻ വരുന്നു, ആ ഒരു സോൾ റെക്കഗ്നൈസ്ഡ് ആവുന്നു. അങ്ങനെ ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസേഷൻ രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യുമ്പോൾ, നിങ്ങൾ 21 days ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ പേഴ്സൻ്റെ മെസ്സേജസ് വരും. കൂടെ നിങ്ങൾ ആ പേഴ്സൻ്റെ നല്ല ഗുണങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് താങ്ക് യു യൂണിവേഴ്സ്, അവർ നല്ലൊരു വ്യക്തിയാണ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ അവരുടെ നല്ല ഗുണങ്ങൾ 10 നല്ല ഗുണങ്ങൾ നിങ്ങൾ എന്നും എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേഷൻസ് ചേഞ്ച് ആവും. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ചിലപ്പോൾ കാണുന്നവർക്ക് അപ്പം തന്നെ മെസ്സേജസ് വരാം, അല്ലെങ്കിൽ വിത്തിൻ 72 hours അല്ലെങ്കിൽ ആ ഒരു വീക്ക് 21 daysനുള്ളൊക്കെ നിങ്ങൾക്ക് എന്തായാലും മെസ്സേജസ് വരാനുള്ള ചാൻസസ് വെരി ഹൈ ആണ്. ജസ്റ്റ് ട്രൈ ഇറ്റ്, ഓക്കെ. അങ്ങനെ വന്നിട്ട് നിങ്ങൾ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഓക്കെ. ലൈവിൽ ചെയ്യുമ്പോൾ സമയത്ത് ഇങ്ങനെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് മെസ്സേജ് വന്നു, റീയൂണിയൻ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. കുറേ പേര് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് ഹീലിങ്സിനൊക്കെ വരുന്നത്. സോ ഒരു മാനിഫെസ്റ്റേഷൻസ് വീഡിയോ, ഓക്കെ. സോ താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഇങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ വളരെ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻസ്, എവേക്കണിങ് നടക്കുന്നുണ്ട്, പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡിസപ്ഷൻസ് എല്ലാം നടക്കുന്നുണ്ട്. ഓവർ കെയറിങ് അല്ലെങ്കിൽ ഓവർ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു വ്യൂമൺ, ഒരു ഫീമെയിൽ ഫിഗറൊക്കെ കാണിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസ്, കറുത്ത പൂച്ചയ്ക്കാണ്. സോ അവർ ശരിക്കും അവർ നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ. സോ ദിസ് ഇസ് എ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ടാരോ കോഴ്സ്, ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മീൻസ് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഹീലിങ്സോ തെറാപ്പീസോ സെഷൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. തരുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യാം. പിന്നെ മെസ്സേജ് അയക്കുന്ന ടൈം മോർണിംഗ് 10 to 5 ഉള്ളിൽ അയക്കുക കേട്ടോ, അതിന് രാത്രി ഒന്നും അയക്കരുത്. പിന്നെ നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്താലാണ്, മീൻസ് വിത്തിൻ 24 hours റീഡിങ്സ് കിട്ടുക. ലൈക്ക് ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ ആയിരിക്കും റീഡിങ്സ് കിട്ടുന്നുണ്ടാവും. ബിക്കോസ് ഓൾറെഡി കുറേ ബുക്കിംഗ് കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ ക്ലാസ്സസ് ഉണ്ട്, വീഡിയോസ്, അങ്ങനെ കുറച്ച് ബിസി ആണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എനർജീസ് ഒന്ന് 2 days ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ റീഡ് ചെയ്ത് കൊടുക്കും. വരുന്നവർ വളരെ ലോ എനർജിയിൽ നിന്നായിരിക്കും. അപ്പോൾ അവരുടെ എനർജി ഒന്ന് ശാന്തമായിട്ടാണ് റീഡ് ചെയ്താലാണ് കറക്റ്റായിട്ടുള്ള ഗൈഡൻസസ് തരാൻ സാധിക്കുള്ളൂ. ആൻഡ് ഞാൻ ചെയ്യുന്നത് വോയിസ് നോട്ട്സ് ആയിട്ടും കിട്ടുന്ന പിക്ചർ ഇങ്ങനെ അയച്ചു തരും. അങ്ങനെയാണ് എൻ്റെ വേ ഓഫ് ഡൂയിങ്. എനിക്ക് കോളിങ്ങോ വീഡിയോ കോൾ ചെയ്യാനൊട്ടും താല്പര്യമില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് 50 minutes, ഹാഫ് ആൻ അവർ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്താണ് കാർഡിൽ വന്നത് അത് എത്ര പറയാനുണ്ടോ അത്രയും, അങ്ങനെ ടൈം ലിമിറ്റായിട്ട് എനിക്ക് പറയാനറിയില്ല. അങ്ങനെയും ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, 50 minutes ആണോ 30 minutes ആണോ, എനിക്ക് അങ്ങനെ ചെയ്യാനറിയില്ല. എനിക്ക് എന്താണോ കാർഡിൽ വന്നത് അതാണ് പറയാം. അത് കുറേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ മിനിറ്റ് പറയാനുണ്ടായിരിക്കും. ഷോർട്ടായിട്ടാണ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ഗൈഡൻസസ് ഉണ്ടെങ്കിൽ അതായിരിക്കും പറയുന്നുണ്ട്. ഇറ്റ്സ് അപ്പ്, നമ്മൾ അതല്ലേ നോക്കണം, ടൈമിലല്ലല്ലോ ഇമ്പോർട്ടൻസ്. തരുന്ന ഗൈഡൻസസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതാണ് അതിൽ വരുന്നത്, അതാണ് ഞാൻ ഷെയർ ചെയ്യാം, ഓക്കെ. സോ യെസ് കാർഡ് ഞാൻ ചുമ്മാ എടുത്തതാണ് നമ്മുടെ ഏഞ്ചൽസ് ആൻസേഴ്സിൻ്റെ. ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചേക്കുകയാണ്. യെസ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറേ പേർക്ക് മെസ്സേജസും റീയൂണിയൻ പോലെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് 2 എർത്തും ഫയറും ബാലൻസ് ചെയ്യുന്ന ഒരു ഏഞ്ചൽസിനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി ബാലൻസിങ് എന്നായിരിക്കും. യെസ് എക്സ്ക്ലമേഷൻ ആണ്. ഇത് ശരിക്കും കൺഫർമേഷൻ ആണ് യെസ് എന്നുള്ളത്. എഗെയിൻ ബാക്കിലും യെസ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് എന്തായാലും തോന്നുന്നല്ല, കംപ്ലീറ്റ് ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു 80% ആൾക്കാർക്കും മെസ്സേജസ് കോൾസ് എന്തായാലും വരും. കാരണം നമ്മുടെ ഇക്വിനോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 22-ന്. ഞാൻ ഉക്രൈനിലാണ് MBBS പഠിച്ചത്. ആ സമയത്ത് അവിടെ ഒരു പ്രത്യേകത ഉണ്ട്.
ഓൾറെഡി 2.5 hours ഡിഫറൻസസ് നമ്മുടെ നാടുമായിട്ട്. പക്ഷേ സെപ്റ്റംബർ ഒരു ഡേറ്റ് 22 or 23 ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് 3 hour ഷിഫ്റ്റ് ചെയ്യും. കാരണം സമ്മർ ഓട്ടം ഇക്വിനോസ് വന്നതിൻ്റെ മാറുകയാണ്, ഷിഫ്റ്റ് ആവുന്നതിൻ്റെ. അത് നല്ല രസമായിരുന്നു. അവിടെയാണ് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. മേ ബി യൂറോപ്യൻ കൺട്രീസ് ഉണ്ടായിരിക്കും. അതിനുശേഷം 3-4 മാസമൊക്കെ കഴിയുമ്പോഴും തിരിച്ച് ബാക്ക് ടു 2 hour വരാറുണ്ട്. ആദ്യം അറിയാത്തത് കൊണ്ട് ടൈം വ്യത്യാസം വരുമ്പോൾ പെട്ടെന്ന് ക്ലോക്കിലൊരു ടൈം 11 o'clock, ഫോണിൽ 10 o'clock. അപ്പോൾ ഡൗട്ടായി. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇക്വിനോക്സിൻ്റെ ഒരു ചേഞ്ചാണ്. അതുപോലെ ആ ഇക്വിനോക്സ് ഇന്നലെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സ്പിരിച്വൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ ടെലഗ്രാം ചാനലുണ്ട് ഡോക്ടർ ശ്രീ 1111. അത് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതിലും ഫ്രീ ആയിട്ടുള്ള റീഡിങ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇടാറുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. Okay, so thank you so much. We'll see you in next video.